ലൈഫ് ക്യാപ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഹാവലോക്ക് ദ്വീപിൽ ഒരു സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട്. ഐലൻഡ് ഡൈവേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിലെത്തി. അപ്പോൾ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് ബോട്ടിൽ കുറച്ച് ദൂരം കൊണ്ടുപോയിട്ട് അവിടെ ആയിട്ടാണ് നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഐലൻഡ് ഡൈവേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ഹാവലോക്ക് ജെട്ടിയിൽ തന്നെയാണ്. പിന്നെ സ്കൂബ ഡൈവിങ് കോഴ്സൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഇവർ ഫോം തരും, അത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം, എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. പിന്നെ വെള്ളത്തിൻ്റെ ഇടയിൽ നല്ല പ്രഷറായിരിക്കും, അതുകൊണ്ടാണ് ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് മേടിക്കുന്നത്. പിന്നെ എന്തെങ്കിലും സംഭവിച്ച ഓൺ റിസ്ക് ആണ്, ഇവർ ഉത്തരവാദിയായിട്ടില്ല. ഫോമെല്ലാം ഫില്ല് ചെയ്ത് മേടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ക്ലാസ് ആണ് കേട്ടോ. അത് ടി വിയിലാണ് ക്ലാസ്. അതായത് വെള്ളത്തിനടിയിൽ പോയി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ സിഗ്നൽസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യും. ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അവർ ചെയ്തും കാണിച്ചു തരും കേട്ടോ. The introductory dive program does not require you to know any swimming, and to ensure your safety, the program is conducted one-on-one. A dive professional will accompany you throughout to ensure your safety, and also, just as importantly, show you the amazingly diverse marine life that you. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഡീപ്പ് ഡൈവ് സ്യൂട്ടൊക്കെ തരും കേട്ടോ. അത് നമ്മുടെ സൈസിനനുസരിച്ചിട്ട് തരും, നമുക്ക് നോക്കിയെടുക്കുക ഏതാണ്. हाँ അതന്നെ അതന്നെ ഇല്ല, അടിയിൽ പോകുമ്പോൾ കാല് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാ. അതിൽ മറ്റതിലൊക്കെ പോയി ചവിട്ടി കഴിഞ്ഞാൽ കാല് കീറും. All the best. Okay, bye. Bye. ബോട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ടെക്നിക്സ് എങ്ങനെയാണ്, എന്താ കാര്യങ്ങളെന്നെല്ലാം പഠിപ്പിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഫേസ് മാസ്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അതെങ്ങനെ കളയണം, പിന്നെ അതുപോലെ ചെവിക്കകത്ത് പ്രഷർ വന്നാൽ അതെങ്ങനെ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ അത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയുടെ അകത്ത് നിന്ന് ബ്ലഡ് വരും കേട്ടോ. പിന്നെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് കഴിഞ്ഞാൽ ബ്രീത്ത് ചെയ്യാനും സ്റ്റേബിൾ ചെയ്യാനും എല്ലാം പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകുള്ളൂ. ഈ കാണുന്നതാണ് ഡീപ്പ് ഡൈവിങ് സെറ്റ്. അപ്പോൾ അതിൽ സിലിണ്ടറും കാര്യങ്ങളുണ്ട്. സിലിണ്ടറിൽ നാച്ചുറൽ ഗ്യാസാണ്. പിന്നെ റെഗുലേറ്റർ വിത്ത് ഫ്ലോ മീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ അറിയാൻ പറ്റും എത്ര ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്, എത്ര ടൈം യൂസ് ചെയ്യാന്നുള്ളത്. പിന്നെ അതിൽ എയർ ബാഗാണ്. അതായത് ഈ എയർ ബാഗ് ഫുള്ളും എയർ ഫില്ല് ചെയ്തിട്ട് നമ്മൾ മെല്ലെ മെല്ലെ റിലീസ് ചെയ്യുമ്പോഴാണ് വെള്ളത്തിനടിയിലോട്ട് പോകുക. വെള്ളത്തിനടിയിൽ നിന്ന് മുകളോട്ട് വരണമെങ്കിൽ അതുപോലെ എയർ നിറച്ചിട്ടാണ് നമ്മൾ മേലോട്ട് പൊന്തി വരിക. ഒറ്റയടിക്ക് നമ്മൾ പ്രസ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് പൊന്തി വെച്ചാൽ നമുക്ക് ചെവിക്കകത്ത് പ്രഷർ കൂടും. അപ്പോൾ മെല്ലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ബോട്ടിലോട്ട് കയറിയിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.
ಕೂಟು ರಂಗಾಡಿಕ್ಕಿಂತ ಮರಳು ಇಷ್ಟ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിട്ടോ. അപ്പോൾ അതിമനോഹരമായ കാഴ്ച തന്നെയാണ് കടലിനകത്ത്. നല്ല വെറൈറ്റി മീൻസ്, കോറൽസ്, അങ്ങനെ കാണാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ ആൻഡമാനിൽ വരുന്ന ആൾക്കാർ എന്തായാലും ഇത് തീർച്ചയായും ഇത് ചെയ്യാൻ നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.